നമസ്കാരം. തളിപ്പറമ്പിലെ അട്ടിമറി വിജയത്തിന് പിന്നാലെ കോടിയേരി ബാലകൃഷ്ണന്റെ വീട്ടിലെത്തി നിയുക്ത എംഎൽഎ ടി കെ ഗോവിന്ദൻ. ഭാര്യ കെ പി രമണിക്കൊപ്പമാണ് ഗോവിന്ദൻ അന്തരിച്ച CPM നേതാവ് കോടിയേരി ബാലകൃഷ്ണന്റെ വീട്ടിലെത്തിയത്. DCC ഓഫീസിൽ നടന്ന സ്വീകരണത്തിന് പിന്നാലെയാണ് അദ്ദേഹം വിനോദിനി ബാലകൃഷ്ണനെ കാണാനെത്തിയത്. കോടിയേരിയുടെ വീട്ടിലെത്തിയ ടി കെ ഗോവിന്ദനെയും ഭാര്യയെയും വിനോദിനി ബാലകൃഷ്ണൻ സ്വീകരിച്ചു. കോടിയേരിയുടെ കുടുംബാംഗങ്ങളുമായി ഗോവിന്ദൻ കൂടിക്കാഴ്ചയും നടത്തി. കൂടാതെ കോടിയേരിയുടെ വീട്ടിലെ ഓർമ്മചിത്രങ്ങളും മ്യൂസിയവും സന്ദർശിച്ചു. ടി കെ ഗോവിന്ദന്റെ സന്ദർശനത്തിന്റെ ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ പുറത്തുവന്നു. അതേസമയം പാർട്ടി വിട്ട് പാർട്ടിക്കെതിരെ മത്സരിച്ചൊരു നേതാവ് CPM നേതാവിന്റെ വീട്ടിലെത്തുന്നത് ആദ്യമായാണ്. പാർട്ടിയിൽ പിണറായി വിജയനെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉയർന്നതിനിടെയാണ് ഗോവിന്ദന്റെ സന്ദർശനം. കേവലം ഒരു രാഷ്ട്രീയ സന്ദർശനം എന്നതിലുപരി പതിറ്റാണ്ടുകളുടെ ആത്മബന്ധം പുതുക്കലായിരുന്നു അത്. കോടിയേരിയുടെ വീട്ടിലെ ഓർമ്മചിത്രങ്ങളും മ്യൂസിയവും സന്ദർശിച്ച ഗോവിന്ദൻ വിനോദിനിയുമായും മറ്റു കുടുംബാംഗങ്ങളുമായും പഴയകാല അനുഭവങ്ങൾ പങ്കുവച്ചു. തന്റെ ജീവിതത്തിലെ വ്യക്തിപരമായ എല്ലാ കാര്യങ്ങളിലും കോടിയേരി ബാലകൃഷ്ണൻ ഭാഗമാകാറുണ്ടായിരുന്നുവെന്നും ആ സ്നേഹബന്ധം ഒരിക്കലും വിസ്മരിക്കാൻ കഴിയില്ലെന്നും ടി കെ ഗോവിന്ദൻ വൈകാരികമായി പ്രതികരിച്ചു. പാർട്ടിക്കെതിരെ മത്സരിക്കുമ്പോഴും തന്റെ മനസ്സിൽ കോടിയേരിയുടെ ചിത്രമായിരുന്നുവെന്നാണ് ഗോവിന്ദൻ പറയുന്നത്. പാർട്ടിയെ പ്രതിസന്ധികളിൽ നിന്നും രക്ഷിക്കാൻ കോടിയേരി ബാലകൃഷ്ണൻ ഉണ്ടായിരുന്ന അസാധാരണമായ കഴിവ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറെ സ്മരിക്കപ്പെട്ടു. കോടിയേരി ഉണ്ടായിരുന്നുവെങ്കിൽ പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമായിരുന്നു. ഏത് വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയിലും ആ മുഖത്തേക്ക് നോക്കിയാൽ ആശ്വാസം ലഭിക്കുമായിരുന്നു എന്നാണ് ടി കെ ഗോവിന്ദൻ പറഞ്ഞത്. അതേസമയം ടി കെ ഗോവിന്ദനെ വർഗവഞ്ചകൻ എന്ന് വിളിക്കില്ലെന്നും തങ്ങളുമായി പാർട്ടിക്കതീതമായ ബന്ധമാണ് അദ്ദേഹത്തിനുള്ളതെന്നും വിനോദിനി ബാലകൃഷ്ണൻ വ്യക്തമാക്കി. ഈ സന്ദർശനത്തിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. CPM നേതൃത്വത്തിനും പിണറായി വിജയനുമെതിരെ കണ്ണൂരിലെ അണികളിൽ പ്രതിഷേധം കനക്കുന്ന സാഹചര്യത്തിലാണ് ഗോവിന്ദന്റെ ഈ നീക്കം. രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് ആരോപണം നേരിടുന്ന TI മധുസൂദനനെ പയ്യന്നൂരിൽ സ്ഥാനാർത്ഥിയാക്കിയത് മുതൽ KK ശൈലജയെ മട്ടന്നൂരിൽ നിന്നും മാറ്റിയതുവരെയുള്ള തീരുമാനങ്ങൾ പാർട്ടിക്കുള്ളിൽ വലിയ അതൃപ്തി ഉണ്ടാക്കിയിരുന്നു. പാർട്ടി വിട്ട് പുറത്തുപോയിട്ടും കോടിയേരിയുടെ കുടുംബത്തോടുള്ള സ്നേഹവും കടപ്പാടും നിലനിർത്തുന്ന ടി കെ ഗോവിന്ദന്റെ നിലപാട് കണ്ണൂരിലെ രാഷ്ട്രീയ അണികൾക്കിടയിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. വ്യക്തിപരമായ സ്നേഹബന്ധങ്ങൾ രാഷ്ട്രീയ ഭിന്നതകൾക്ക് മുകളിലാണെന്ന് പ്രഖ്യാപിക്കുന്നതാണ് ഈ കൂടിക്കാഴ്ച. കണ്ണൂരിൽ പാർട്ടി നേരിടുന്ന ഉൾപാർട്ടി പ്രശ്നങ്ങളും നേതൃത്വത്തിനെതിരെയുള്ള പ്രതിഷേധങ്ങളും പുകയുന്നതിനിടയിൽ ടി കെ ഗോവിന്ദന്റെ ഈ സന്ദർശനം CPM നേതൃത്വത്തിന് നൽകുന്ന സൂചനകളും ഗൗരവതരമാണ്. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് പിന്നാലെ CPM പാർട്ടി നേതൃത്വത്തിനെതിരായ പോസ്റ്റർ പ്രതിഷേധവും കണ്ണൂരിൽ തുടരുകയാണ്. പിണറായി വിജയനും MV ഗോവിന്ദനുമെതിരെയാണ് ഇന്നലെയും ഇന്നുമായി പോസ്റ്ററുകൾ പതിച്ചത്. P ജയരാജൻ പാർട്ടിയുടെ തലപ്പത്തേക്ക് വരണമെന്നും ആവശ്യമുയരുന്നുണ്ട്. 3 കാര്യങ്ങളാണ് കണ്ണൂരിലെ പാർട്ടി അണികളിൽ കടുത്ത അമർഷം. 1. രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് ആരോപണം ഉയർന്നിട്ടും V കുഞ്ഞികൃഷ്ണൻ വ്യക്തതയോടെ അത് തെളിയിച്ചിട്ടും TI മധുസൂദനനെ പാർട്ടി സ്ഥാനാർത്ഥിയാക്കി. 2. MV ഗോവിന്ദന് പിന്നാലെ ഭാര്യ PK ശ്യാമളയെ തളിപ്പറമ്പിൽ സ്ഥാനാർത്ഥിയാക്കി. ടി കെ ഗോവിന്ദൻ ഉൾപ്പെടെ പാർട്ടി വിട്ടുപോയിട്ടും വിഷയത്തെ നേതൃത്വം ഗൗരവത്തിൽ കണ്ടില്ല. 3. മട്ടന്നൂരിൽ നിന്നും KK ശൈലജയെ പേരാവൂരിലേക്ക് മാറ്റി മത്സരിപ്പിച്ചു. ശൈലജ ഒതുക്കിയാണെന്ന വികാരം അണികളിൽ ശക്തമായി. പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ നാട്ടിലാണ് ആദ്യം പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത്. പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കുന്ന നേതാക്കൾ വേണ്ടെന്ന് മൊറാഴ സഖാക്കളുടെ പേരിലാണ് പോസ്റ്റർ പതിച്ചത്. മുഖ്യമന്ത്രിയുടെ ചിത്രം ഉൾപ്പെടെ മട്ടന്നൂരിലും ഫ്ലെക്സ് ഉയർന്നു. വ്യക്തിയല്ല പാർട്ടിയാണ് വലുതെന്നാണ് ഫ്ലെക്സിലെ ഓർമ്മപ്പെടുത്തൽ.